ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്രായ്ക്കൽ ദേശത്തിൻ്റെ പുലിക്കളിയാണ്. പുലി എന്ന് പറയുന്ന സ്വരാജ് റൗണ്ടിനെ അല്ലെങ്കിൽ തൃശ്ശൂരിനെ പുലിയൂരാക്കിക്കൊണ്ടാണ്, തൃശ്ശൂരിനെ പുലിയൂരാക്കിക്കൊണ്ട് മന്ദം ചുവടുകളുമായി നാക്ക് നീട്ടി കണ്ണുരുട്ടി വരുന്ന പുലികൾ ഏതൊരാളെ സംബന്ധിച്ചും വലിയ കാഴ്ചകളാണ്. ഇതിനപ്പുറത്തേക്ക് നമുക്ക് ഒരു ആനന്ദം നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു ആനന്ദമുണ്ട്. ഈ കൊട്ടിനൊപ്പം ഈ താളം വെച്ച് ഈ മുറുക്കത്തിനൊപ്പം ചുവടുകളുടെ വേഗം കൂട്ടി വരുന്ന പുലിക്കൂട്ടങ്ങൾ ഏതൊരാളെ സംബന്ധിച്ചും വലിയ ആവേശം നൽകുന്നതാണ്, വലിയ സന്തോഷം നൽകുന്നതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത്, ഇപ്പോൾ നമ്മൾ സ്വരാജ് റൗണ്ടിലൂടെയുള്ള ഈ പാട്രായ്ക്കൽ ദേശത്തിൻ്റെ യാത്ര ഇത് നടന്ന് പ്രസ് ക്ലബ്ബ് കഴിഞ്ഞ് ഇതാ ബിനി ഹോട്ടലിന് സമീപത്തേക്ക് എത്തുന്നു. ഇവരെല്ലാം വളരെ ആവേശത്തിലാണ്. ഇനി അടുത്തത് പാറമേക്കാവ് പോയിന്റിൽ വെച്ച് അവിടെ ജഡ്ജസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി മികച്ച പുലിക്കളി സംഘത്തിനെ കണ്ടെത്തുന്നതിന് വേണ്ടി ജഡ്ജസ് ഇരിക്കുന്നുണ്ട്. അവരുടെ മുന്നിൽ ഇവരുടെ മുഴുവൻ പ്രകടനവും പുറത്തെടുക്കും. ഇപ്പോൾ കളിക്കുമ്പോൾ ഓരോരുത്തരെടുത്തും ചെവിയിൽ വന്ന് പറയുന്നൊരു കാര്യം, നമ്മുടെ പോയിന്റ് എത്തിയിട്ടില്ല, പോയിന്റിൽ നമ്മൾ ഒരിക്കലും ഒരു പൊടിക്ക് വിട്ടുകൊടുക്കാതെ മുഴുവൻ ആവേശവും എടുത്തുകൊണ്ട് മുഴുവൻ ഊർജവും എടുത്തുകൊണ്ട് നമുക്ക് പ്രകടനം പുറത്തെടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിൽ പൂർണ്ണമായിട്ട് ഇതിന് വിജയം എത്താൻ കഴിയുള്ളൂ. ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഫ്രണ്ടിലിതാ രണ്ട് പുലിക്കുട്ടികളാണ് ഇതിൻ്റെ മുന്നിൽ, ഈ പാട്രായ്ക്കൽ ദേശത്തിൻ്റെ മുന്നിൽ നടക്കുന്നത്. ഒരു കരിമ്പുലിക്ക് മുന്നിൽ നിന്ന് രണ്ട് പുലിക്കുട്ടികൾ കളിക്കുന്നു. ആ പുലിക്കുട്ടികൾ വലിയ ആവേശത്തിലാണ്. നമുക്കറിയാം ഇതിന് പ്രായമില്ല. അതായത് നമ്മളിവിടെ 39 വർഷമായിട്ട് പുലിവേഷം കെട്ടുന്ന ആളെ നമ്മൾ കണ്ടിട്ടുണ്ട്, 8 വയസ്സുകാരനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് പ്രായം ഒരു ഘടകമല്ല. തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് പൂരം കഴിഞ്ഞാൽ പുലിക്കളി, ഇത് രണ്ടും വിട്ട് തൃശ്ശൂർക്കാർക്ക് ഒരു ആഘോഷമില്ല. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. സ്വരാജ് റൗണ്ടിൽ പുലി ഇറങ്ങുമ്പോൾ ചുറ്റും കൂടുന്ന വലിയ ആൾക്കൂട്ടം, എത്രയോ ദൂരത്ത് നിന്ന് വരുന്ന ആൾക്കൂട്ടം, വിവിധ നാടുകളിൽ നിന്ന് 16ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ പുലിക്കളി കാണാൻ എത്തുന്നുണ്ട്. വിദേശ മാധ്യമങ്ങളടക്കം ഇത് ചിത്രീകരിക്കാൻ വരുന്നുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക തനിമ, തൃശ്ശൂർക്കാരുടെ തൃശ്ശൂർ ഓണത്തിന്റെ അവസാന ആഘോഷം അതാണ് പുലിക്കളി. തൃശ്ശൂരിലെ 4 ഓണ ദിവസം നടക്കുന്ന ഈ പുലിക്കളി കാണാൻ വേണ്ടി നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി എത്തുന്ന 10,000-കണക്കിന് ആളുകൾക്ക് മുമ്പിൽ വളരെ അഭിമാനപൂർവ്വം ആവേശപൂർവ്വം ഇതാ ഓരോരോ സംഘങ്ങളും തങ്ങൾ കഴിഞ്ഞൊരു കൊല്ലം ഒളിപ്പിച്ചു വെച്ച എല്ലാ ആയുധങ്ങളും പുറത്തെടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കിത് കാണുന്നത് അസുലഭമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് പ്രായമോ വർണ്ണമോ നിറമോ രാഷ്ട്രീയമോ വർഗമോ ഒന്നും വ്യത്യാസമില്ല. ഇവിടെ എല്ലാവരും ഒരു പൂരപ്രേമി മാത്രം, അല്ലെങ്കിൽ ഒരു പുലിക്കളി പ്രേമി മാത്രം. എല്ലാ മേളങ്ങൾക്കും ഒപ്പം മേളത്തിന്റെ മുറുക്കത്തിനനുസരിച്ച് ചുവടുകൾ വെച്ച് മന്ദം വരുന്നു. ഇതാ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാട്രായ്ക്കൽ പുലിക്കളി സംഘത്തിന്റെ പുലിക്കളിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ നമ്മുടെ മുമ്പിൽ ഒരു കുഞ്ഞൻ പുലി ഇതാ കാണിക്കുന്നു. മുഖമെല്ലാം ഉയർത്തി വെച്ച് കുഞ്ഞൻ പുലി ഇതാ ചുവട് വെക്കുകയാണ്. താളത്തിനനുസരിച്ച് കാലുകൾ വെക്കുന്നു, ചുവട് വെക്കുന്നു. അതിന് പുറകുവശത്തായി വലിയ പ്രായം കൂടിയ ആളുകളുണ്ട്. ആ വാഹനത്തിന് മുകളിലാണെങ്കിൽ അവിടെ ഒരു കൂട്ടം പുലികളുണ്ട്. അതിനു മുമ്പിൽ നിശ്ചല ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. ഓരോ പുലിക്കളി സംഘത്തിനും ഇതുപോലെ തന്നെ വിവിധ ആശയങ്ങളുള്ള നിശ്ചല ദൃശ്യങ്ങളുണ്ട്. അതിൽ പലതും സസ്പെൻസുകളാണ്, പലരും പുറത്തു പറയുന്നില്ല. റൗണ്ടിലെത്തുമ്പോൾ നിങ്ങൾക്ക് കാണാം എന്നും മാത്രമാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ എത്തുന്ന പുലിവേഷം കെട്ടുന്നവർ എല്ലാവരുടെയും ഒരു പൊതുധാരണയാണ് ഈ വയറാണ് അല്ലെങ്കിൽ കുടവയറാണ് പുലിക്കളിയുടെ മാനദണ്ഡം എന്നത്. എന്നാൽ പുലിവേഷം കെട്ടുന്നവരും പുലിവേഷത്തിന് അണിയിച്ചൊരുക്കുന്നവരും ഒരേ സ്വരത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, വയറു മാത്രമല്ല താളബോധം, ആ ചുവടുകൾ, അത് തന്നെയാണ് പ്രധാനം, അത് തന്നെയാണ് കളിയുടെ ചന്തം. തീർച്ചയായും പെർഫോമൻസിലാണ് കാര്യം, അതാണ് അവർ നമ്മളോട് പറയുന്നത്. വയറോ അതല്ലെങ്കിൽ മറ്റൊന്നുമോ അല്ല, പെർഫോമൻസിലാണ് കാര്യമെന്ന് പറയുന്ന വലിയ ഈ പുലിസ് സംഘത്തെ നമ്മൾ കാണുന്നു. മടവിട്ടിറങ്ങിയതിന്റെ ആവേശം ഓരോ ചുവടുകളിലും കാണാൻ കഴിയുന്നു. താളം വീണ്ടും ഒറ്റയിലേക്ക് വന്നിരിക്കുന്നു, വീണ്ടും അത് ഇരട്ടയിലേക്കും അവിടെ നിന്ന് മുറുക്കത്തിലേക്കും പോകും. അപ്പോൾ ഇങ്ങനെ ഈ പുലികൾ മടവിട്ടിറങ്ങുമ്പോൾ തൃശ്ശൂർ നഗരം ഒന്നടങ്കം ഒരു പുലിമടയായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ പുലിയൂരായി മാറിയിരിക്കുന്നു. കുഞ്ഞൻ പുലികളും വലിയ പുലികളും ഒക്കെ കൂടിക്കൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഈ നഗരം കീഴടക്കുന്ന ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. സസ്പെൻസുകളുടെ വലിയ പെരുമഴ തന്നെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതാ ക്യാമറയ്ക്ക് മുന്നിലേക്ക് ഓടിയെത്തുന്ന കുഞ്ഞൻ പുലിയെ കാണുന്നില്ലേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ? അത്രമാത്രം ആവേശമാണ്. ആവേശത്തിന് ഒരു കുറവുമില്ല. ഇതാ അവർ ചുവട് വെച്ച് ക്യാമറകളിലേക്ക് ഓടിയെത്തുന്ന പുലികൾ, അങ്ങനെ ഈ നഗരത്തെ കീഴടക്കുന്ന പുലികൾ, കൈയടിച്ച് വരവേൽക്കുന്ന പുലികൾ. ലോകത്ത് എവിടെയെങ്കിലും പുലികളെ കൈയടിച്ച് സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമോ? തൃശ്ശൂരിൽ മാത്രമാണ് നമുക്ക് പുലികളെ അങ്ങനെ സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് തൃശ്ശൂരിന്റെ പുലി പെരുമ എന്ന് പറയുന്നത്. 9 ദേശങ്ങൾ, 459 പുലികൾ
ഒന്ന് ഓർത്തു നോക്കൂ, എത്രമാത്രം വലിയൊരു കൂട്ടമായിരിക്കും അതെന്ന് അവരിങ്ങനെ നിരന്നു നിൽക്കുന്ന തൃശ്ശൂർ നഗരത്തെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ കാഴ്ച ഇതാ നേരിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുൻപിലേക്ക് ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് പുലിക്കളിയുടെ ഒരു ഗംഭീര തുടക്കം എന്ന് പറയുന്നത്. ഇത് തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ, പടത്തിന്റെ ട്രെയിലർ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി പടം കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇനി അങ്ങോട്ടാണ്, ഇവിടുന്ന് അങ്ങോട്ടാണ് ബാക്കിയുള്ള കാഴ്ചകൾ. ഒന്ന് സന്ധ്യ മയങ്ങിക്കോട്ടെ, നിശ്ചല ദൃശ്യങ്ങളും ഒക്കെ ആയിക്കൊണ്ട് കളറായിക്കൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് ഈ ആഘോഷം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയും. ഒരു വർഷത്തെ കാത്തിരിപ്പാണെന്നേ, അങ്ങനെയൊന്നും വെറുതെ കളയാൻ കഴിയില്ല. ആ ഒരു വർഷം കൊണ്ട് അവർ സ്വരുക്കൂട്ടി വെച്ച ഒരുപാട് പറയാനുണ്ട്. ഈ പുലികൾക്ക് ഒരുപാട് കാണിക്കാനുണ്ട്. അവരുടെ ദേശത്തിന്റെ പെരുമ കാണിക്കണം, അവരുടെ ദേശത്തിന്റെ തനിമ കാണിക്കണം. അവരുടെ ദേശം തൃശ്ശൂരിന്റെ മുൻപിൽ ഈ ശക്തന്റെ തട്ടകത്തിൽ ഒന്നാമതെത്തി നിൽക്കുന്നത് കാണണം. അത് തന്നെയാണ് ഓരോരുത്തരുടെയും, ഓരോ പുലിയുടെയും, ആ പുലിയെ പിന്തുണച്ചെത്തുന്ന ഓരോ ദേശക്കാരന്റെയും മനസ്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ പാട്രായ്ക്കലിന്റെ പുലി സംഘം ഇതാ ഇങ്ങനെ ഈ നഗരവീതിയിലൂടെ ഇങ്ങോട്ട് കടന്നു വരികയാണ്. ഇതുപോലെ തന്നെ 9 ദേശക്കാരുടെയും പുലി സംഘങ്ങൾ ഇങ്ങനെ കടന്നു വരും. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മളൊക്കെ പറയാറില്ലേ, പുലികളുടെ ഒരു കൂട്ടം, അത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു എന്നതാണ്. ഒരു വലിയ കഷ്ടപ്പാടുണ്ട് നമുക്കിത് കാണാൻ. നമുക്കിപ്പോൾ കാണുമ്പോൾ എത്ര രസമാണല്ലേ. രാവിലെ 6 മണിക്ക് തുടങ്ങിയ ഒരുക്കമാണ്. 6 മണിക്ക് തുടങ്ങിയ ഒരുക്കമാണ്. 6 മണിക്ക് ദേഹത്ത് ചായം പൂശി 2 കൈകളും വിടർത്തി നിൽക്കണം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ 2 കൈകളും വിടർത്തി നിന്ന് ഭക്ഷണം കഴിക്കാൻ മറ്റുള്ളവർ സഹായിക്കണം. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഒരുങ്ങി വരുന്ന പുലിക്കൂട്ടങ്ങൾ. അപ്പോൾ അവരുടെ അധ്വാനം കൂടി നമ്മൾ കാണാതെ പോകരുത്. അത്രമാത്രം പണിയെടുത്ത് തന്നെയാണ് ഓരോ പുലി സംഘവും ഈ കളത്തിലേക്ക് ഇറങ്ങി വന്ന് ഈ ആവേശം നമ്മുടെ മുൻപിൽ കാണിക്കുന്നത്, ഈ സന്തോഷം നമുക്ക് നൽകുന്നത്. അപ്പോൾ ആ കഷ്ടപ്പാട് ഒരുപാടുണ്ട് അതിന് പുറകിൽ പറയാൻ. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന, ഇനി നാളെ തുടങ്ങുകയാണ് അടുത്ത പുലിക്കളിക്കുള്ള ഒരുക്കം എന്ന് പറയുന്നത്. നാളെ തുടങ്ങുകയാണ്. ആ നാളെ മുതൽ അവർ അടുത്ത പുലി സംഘത്തെ തിരഞ്ഞെടുക്കാനുള്ള ഒരുക്കമാണ്. അതിനുശേഷം വീണ്ടും അവരിങ്ങനെ കാത്തിരിക്കുന്നു. അടുത്ത 4 ദിവസം, തിരുവോണത്തിന് തുടങ്ങി 4ാം ദിവസം വീണ്ടും നഗരത്തിൽ പുലികൾ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട്. ഇത് അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ ഒരു ഓണത്തിന്റെ ഒരു ഭംഗിയായി നമുക്ക് കാണാം. തൃശ്ശൂരിന്റെ ഓണത്തിന്റെ സമാപനം കൂടിയാണ് ഈ 4 ദിവസം ഈ നടക്കുന്ന പുലികളി എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവർക്ക് കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറകിലോട്ട് നിൽക്കുകയാണ്. സാരമില്ല, അതൊക്കെ മനസ്സിലാകും. അവർ ഇതാ കളി തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു 10-20 മിനിറ്റ് അവരിങ്ങനെ ഇവിടെ ഇങ്ങനെ നിന്ന് കളിക്കോ. അപ്പോൾ അതിൻ്റെ ഒരു ആവേശം തന്നെയാണ് ഇതിനിടയ്ക്ക്. ഏതായാലും അങ്ങനെ ഭംഗിയായി കളിച്ചു വരുന്നത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഈ നഗരം മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ഈ പുലികൾ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളീ നിൽക്കുന്ന പാട്രായ്ക്കലിന്റെ പുറകിലായി മറ്റു ദേശങ്ങൾ കൂടി കടന്നു വരും. അപ്പോൾ ഒരു ആവേശത്തിന് ഒട്ടും പോലും കുറവില്ല. എല്ലാം ഏറ്റെടുക്കുന്ന ആഘോഷമാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച്. അത് പുലികളിലും നമുക്ക് കാണാൻ കഴിയുന്നു. ഏതിനെയും ആഘോഷമാക്കുന്ന തൃശ്ശൂരിന്റെ മറ്റൊരാവേശ പെരുമ നമുക്ക് ഈ പുലികളിലും കാണാം. അപ്പോൾ അങ്ങനെ ഈ പുലികളിയെ ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്ന തൃശ്ശൂരിൽ നിന്ന് പുറത്തു നിന്നൊക്കെ എത്രയോ ആളുകളാണ് വന്നിരിക്കുന്നത് അറിയാമോ പുലികളി കാണാനായിട്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. പണ്ടൊക്കെ മാത്രം ആഘോഷമായിരുന്നു. എന്നാൽ ഇന്നത് തൃശ്ശൂരിന്റെ ആഘോഷത്തിനപ്പുറത്തേക്ക് കേരളത്തിന്റെ ഒന്നടങ്കം ആവേശവും ആഘോഷവുമായി മാറുന്ന കാഴ്ച ഈ തൃശ്ശൂരിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഏതോ ഒരു സിനിമയിൽ പറയുന്നുണ്ട് പുലിയൂർ എന്നൊരു ഗ്രാമമുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ തൃശ്ശൂർ പുലിയൂർ എന്ന നഗരമായി മാറിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അത്രമാത്രം പുലികളാണ്. ലോകത്തെ ഏത് കാട്ടിൽ കാണും 459 പുലികൾ ഒരുമിച്ചിറങ്ങുന്നത് ഉണ്ടോ? ഒരിക്കലും കാണില്ല. നമ്മുടെ ഒരു കാടിനകത്ത്, ഒരു പ്രദേശത്ത്, ഒരു ടെറിട്ടറിക്കകത്ത് ഒരു പുലി എന്നതാണ് ഈ കാടുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. ഇവിടെ നാട്ടിൽ ഈ നിമിഷം അല്ലെങ്കിൽ ഈ 2 മണിക്കൂർ നേരം 490ഓളം പുലികൾ ഒരുമിച്ച് വരുന്നു. ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, മികച്ച പുലിക്കളി അല്ലെങ്കിൽ മികച്ച പുലി തങ്ങളാവുക. അതിനപ്പുറത്തേക്ക് ഒരു ലക്ഷ്യവും ഇവർക്കില്ല. ഒരൊറ്റ ലക്ഷ്യവുമായി 490 പുലികൾ വരുന്നു. അതിനകത്ത് അവർക്കൊന്നും പ്രശ്നമല്ല. അവരുടെ സമയം, പണം ഒന്നും പ്രശ്നമല്ല. അത് തന്നെയാണ് മറ്റൊന്നും പറയാൻ. നമ്മൾ ആലപ്പുഴയ്ക്ക് വള്ളംകളി എന്ന് പറയുന്ന പോലെ തൃശ്ശൂരിന്റെ പൂരവും പുലികളിയും എന്ന് തന്നെ നമുക്ക് പറയാം. അവരുടെ ഏറ്റവും വലിയ ആവേശം, അവരുടെ ഏറ്റവും വലിയ ആഘോഷം, അത് അവർ ഏറ്റവും ഭംഗിയായി ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിലൂടെ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു. വലിയ ആവേശത്തിൽ ഇതാ പുലികൾ പൂർണ്ണമായും തൃശ്ശൂർ നഗരത്തെ കീഴടക്കി കഴിഞ്ഞിരിക്കുകയാണ്. മനു ആവർത്തിച്ചു പറയുന്നത് പോലെ വിവിധ വർണ്ണങ്ങളിലുള്ള നിറങ്ങളിലുള്ള പുലികളെയൊക്കെയും കാണാം. പുള്ളിപ്പുലിയുണ്ട്, കരിമ്പുലിയുണ്ട്, ഫ്ലൂറസൻ കളറിലെ പുലികളുണ്ട്. അങ്ങനെ വലിയ ആവേശത്തിൽ തൃശ്ശൂർ നഗരം ഇതാ പുലിക്കളിയെ വരവേൽക്കുന്നു.